നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജാനുവരി 29 വ്യാഴാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം. വിദേശവാസത്തിനും പുതിയ ജോലിക്കും അവസരങ്ങൾ തെളിയുന്ന ദിവസമാണിത്. എങ്കിലും എല്ലാ കാര്യങ്ങളിലും ചെറിയ തോതിലുള്ള അലസതയും മടിയും അനുഭവപ്പെട്ടേക്കാം. അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക നിയന്ത്രണം ആവശ്യമാണ്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ അനുകൂലമായ സമയമാണ്. വ്യാപാരത്തിലൂടെയും ബിസിനസ്സിലൂടെയും മികച്ച ധനലാഭം പ്രതീക്ഷിക്കാം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ഈശ്വരാധീനം വർദ്ധിക്കാനും ഈ ദിവസം സാധിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ മന്ദത അനുഭവപ്പെട്ടേക്കാം. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. അന്യരുടെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നേക്കാമെങ്കിലും സംയമനം പാലിക്കുന്നത് ഗുണകരമാകും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ആഗ്രഹിച്ചതുപോലെ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. രോഗശാന്തി, മനസ്സുഖം, ശത്രുനാശം എന്നിവ ഫലമാണ്. വിവാഹാലോചനകളിൽ തീരുമാനമാകാനും ഈ ദിവസം സാഹചര്യമുണ്ട്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. തൊഴിൽ വിജയവും ബിസിനസ്സിലെ പുരോഗതിയും മനസ്സിന് സന്തോഷം നൽകും. ബാങ്ക് ലോണുകൾക്ക് അപേക്ഷിച്ചവർക്ക് അനുകൂലമായ നടപടികൾ പ്രതീക്ഷിക്കാം. ഭക്ഷണസുഖവും ബന്ധുജന സമാഗമവും ഉണ്ടാകുന്ന നല്ലൊരു ദിവസമാണിത്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കാര്യങ്ങൾ കൃത്യമായി ആലോചിച്ച് ചെയ്തില്ലെങ്കിൽ അർഹമായ പ്രതിഫലം ലഭിക്കാതെ വന്നേക്കാം. മോശമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കിയില്ല എങ്കിൽ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബാംഗങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടും. മാനസികമായ അസ്വസ്ഥതകളോ വിഷാദമോ അനുഭവപ്പെടുന്നവർ ഉചിതമായ ചികിത്സ തേടണം. തലസംബന്ധമായ അസുഖമുള്ളവർ ആരോഗ്യത്തിൽ ജാഗ്രത പുലർത്തുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. തൊഴിൽ രംഗത്ത് മികച്ച വിജയമുണ്ടാകുകയും സർക്കാർ ജോലി ലഭിക്കാൻ അവസരം ഒരുങ്ങുകയും ചെയ്യും. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും സാധിക്കും. സന്തോഷകരമായ ഒരു ദിനമായിരിക്കും ഇന്ന്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. സർവ്വകാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ സാധിക്കും. ധനലാഭം, ഭൂമിലാഭം, പുതിയ വീട് എന്നിവയ്ക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. ശത്രുക്കളുടെ നീക്കങ്ങൾ പരാജയപ്പെടുകയും കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുകയും ചെയ്യും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ചതിക്കുഴികളിൽ പെടാതെ അതീവ ജാഗ്രത പാലിക്കേണ്ട ദിവസമാണിത്. ബന്ധുജനങ്ങൾക്ക് പ്രയാസങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ശത്രുക്കളിൽ നിന്നുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രവർത്തനങ്ങളിൽ കൃത്യത പാലിക്കുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. മാതാവിനോ മാതൃതുല്യരായവർക്കോ ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ ഇടയുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ഭക്ഷ്യവിഷബാധ ഏൽക്കാൻ സാധ്യത കാണുന്നു. ഗ്രഹനിലകൾ അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ പേരും പ്രശസ്തിയും ലഭിക്കും. കുടുംബത്തിൽ അഭിവൃദ്ധിയും ദമ്പതികൾക്കിടയിൽ നല്ല സ്വരചേർച്ചയും ഉണ്ടാകും. ശാരീരികമായ സുഖവും നല്ല ഭക്ഷണവും ലഭിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.